ഇടുക്കി ജില്ലയിലും ഉരുൾപൊട്ടിയിട്ടുണ്ട്. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഇടുക്കിയിൽ ഉരുൾപൊട്ടൽ അനുഭവപ്പെട്ടിരിക്കുന്നു. വിവിധയിടങ്ങളിൽ ആണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. 2 മരണം റിപ്പോർട്ട് ചെയ്തു. പ്രധാനപ്പെട്ട പാതകളിലൊക്കെ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം. സുബിൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഈ മണ്ണിടിച്ചിൽ മൂലം ഗതാഗത തടസ്സം, അതേപോലെ തന്നെ ഉരുൾപൊട്ടൽ മേഖലയിൽ 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റാളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? രക്ഷാപ്രവർത്തനം ഏത് ഘട്ടത്തിലാണ് സുബിൻ? നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കോലാഹലമേട്ടിൽ ഒരാൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഒരു വീടിന് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. പിൻഭാഗത്ത് ആണ് മണ്ണിടിഞ്ഞ് വീണത്. ഈ വലിയ രീതിയിലുള്ള ഈ വീടിനുള്ളിലേക്ക് പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തുവെങ്കിൽ മാത്രമേ ഇതിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്ന ആളെ പുറത്തെത്തിക്കാൻ കഴിയൂ. വീടിനുള്ളിൽ ഉണ്ടായിരുന്നത് പ്രഭാകരൻ നായർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇദ്ദേഹം കിടന്നിരുന്ന ഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ പോലീസും നാട്ടുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് സംഘവും ചേർന്ന് നിലവിൽ മണ്ണ് നീക്കി ഈ മൃതദേഹം പുറത്തെടുക്കാൻ അല്ലെങ്കിൽ ഈ വ്യക്തിയെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായത് കുടയത്തൂരിന് സമീപത്താണ്. ഈ കുടയത്തൂർ മേഖലയിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഒരു വീട്ടമ്മ മരണപ്പെടുകയും ചെയ്തു. സുമതി എന്ന് പറയുന്ന ഒരു വീട്ടമ്മയാണ് മരണപ്പെട്ടത്. പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. മുകൾ ഭാഗത്തു നിന്ന് കല്ലും മണ്ണും ഒന്നാകെ ഈ വീടിന് മുകളിലേക്ക് പതിക്കുകയും ഒലിച്ച് ഇറങ്ങുകയുമായിരുന്നു. ഈ ശബ്ദം കേട്ട് ഇവർ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടി. ഈ വീട്ടിലുണ്ടായിരുന്ന ഗൃഹനാഥനായിട്ടുള്ള രവികുമാറാണ് ആദ്യം പുറത്തെത്തുന്നത്. ഇവരുടെ മറ്റു 2 പേർ, മകൻ രതീഷും അതോടൊപ്പം തന്നെ അമ്മയും പുറത്തേക്ക് ഓടിയെങ്കിലും ഇവർ 2 പേരും മണ്ണിൽ അകപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരെത്തി നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ മകൻ രതീഷിനെ പുറത്തെടുക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമായി തുടരുകയാണ്. ഇതിനുശേഷം ഏറെ നേരം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ സുമതിയുടെ മൃതദേഹം കണ്ടെടുക്കാനായത്. വീടിരുന്ന ഭാഗത്തു നിന്നും ഏകദേശം 100 മീറ്ററോളം താഴെ നിന്ന് മാറിയാണ് ഈ ഒരു മൃതദേഹം കണ്ടെടുത്തത്. വലിയ രീതിയിൽ ചെളിയ മണ്ണും എല്ലാം തന്നെ അവിടെ പതിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത്രത്തോളം ദുഷ്കരമായിരുന്നു അവിടുത്തെ രക്ഷാദൗത്യം. 29 അംഗ NDRF സംഘവും അതോടൊപ്പം മൂലമറ്റത്തു നിന്നും തൊടുപുഴയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘങ്ങളും നാട്ടുകാരും ചേർന്നാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ജില്ലയുടെ പല മേഖലകളിലും ഇപ്പോഴും ശക്തമായ മഴ ഇടവിട്ട് തുടരുകയാണ്. പല പ്രദേശങ്ങളിലും ഈ മലയോര മേഖലയിലെ പല പ്രദേശങ്ങളിലും മണ്ണിടിഞ്ഞും മരം വീണും എല്ലാം തന്നെ കേടുപാടുകളും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ആലക്കോട് മേഖലയിൽ 2 വീടുകൾ ഈ മരം വീണും മണ്ണിടിഞ്ഞും പൂർണ്ണമായും നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഏലപ്പാറ, കൊക്കയാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറുകയും പുഴകൾ കരകവിഞ്ഞ് ഒഴുകുകയും ചെയ്തു. പുല്ലകയാർ കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് ഈ കൊക്കയാർ മേഖലയിൽ ഏകദേശം 10ലധികം വീടുകൾ ഈ വെള്ളത്തിന് അടിയിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിന്നുള്ള ആളുകളെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെയും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മഴ ശക്തി പ്രാപിച്ചാൽ അവിടെ മുമ്പ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. വലിയ ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് ഈ കൊക്കയാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അവിടെ അതീവ ജാഗ്രത നിർദ്ദേശമാണ് നിലവിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിലും തീരപ്രദേശങ്ങൾ, പെരിയാറിന്റെ തീരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ ചെറു കൈത്തോടുകൾ കരകവിഞ്ഞൊഴുകിയും ഈ വീടുകളിലേക്കും അതോടൊപ്പം തന്നെ റോഡുകളിലേക്കും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്ന് KK റോഡ് പൂർണ്ണമായും പുലർച്ചെ പെയ്ത മഴയിൽ നിറഞ്ഞിരുന്നു. നിലവിൽ ഇപ്പോൾ ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വെള്ളമിറങ്ങി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയുള്ള മേഖലകളിലും മണ്ണിടിഞ്ഞ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ മണ്ണ് നീക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നേ ഉള്ളൂ. ഇവിടെ റോഡ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയുമാണ്. മറ്റൊരു കാര്യം എന്നുള്ളത് ജില്ലയിലെ ചെറു ഡാമുകളെല്ലാം തന്നെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാമ്പ്ള ഡാം, കല്ലാർകുട്ടി ഡാം, മലങ്കര അതോടൊപ്പം തന്നെ ഇരട്ടയാർ എന്നീ ഡാമുകളാണ് നിലവിൽ നിറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ കല്ലാർകുട്ടി ഡാമിൽ നിന്ന് 5 ഷട്ടറുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഇരട്ടയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടർ വഴി സംഭരണശേഷിയിലേക്ക് എത്തിയതോടെ സ്പിൽവേ ഷട്ടർ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. പാമ്പ്ള ഡാമിന്റെ ഷട്ടറുകൾ 10 മണിയോടുകൂടി തുറന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. കൂടാതെ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡാമുകളുടെ തീരപ്രദേശങ്ങൾ താമസിക്കുന്നവർ പ്രധാനമായും മലങ്കര ഡാം തുറന്നാൽ തൊടുപുഴയാറ്, മൂവാറ്റുപുഴയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളും
മറ്റ് ഈ ഡാമിന്റെ വൃക്ഷപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളും അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം ഇടുക്കി ജില്ലയുടെ പ്രധാനപ്പെട്ട മേഖലയാണ് മൂന്നാർ, അതുപോലെ തന്നെ ദേവികുളം, ശാന്തൻപാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. ഇവിടെ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളുണ്ട്. അവിടെയും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ദേശീയപാത നിർമ്മാണം നടക്കുന്ന മൂന്നാർ മുതൽ വാളറ വരെയുള്ള പ്രദേശത്ത് വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ മേഖലകളിൽ മണ്ണിടിയുകയും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. മൂന്നാർ ടൗണിനോട് ചേർന്ന് ഹെഡ്വർത്ത് ഡാമിന്റെ സമീപത്തായാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളത്. അതോടൊപ്പം തന്നെ നേര്യമംഗലം വനപാതയിലും മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മരം വീഴ്ചയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത്. ഇന്ന് പുലർച്ചെ ഈ ദേശീയപാതയുടെ പല ഭാഗത്തും മണ്ണിടിഞ്ഞ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. ഈ ദേശീയപാതയിൽ നിലവിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത ജില്ലയിൽ പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. അതെ, ഇടുക്കിയിൽ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലുണ്ടായി. ഉരുൾപൊട്ടലിനെ തുടർന്ന് 2 മരണം റിപ്പോർട്ട് ചെയ്തു. മറ്റ് ചില പ്രദേശങ്ങളിലും ഏതാനും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയും അതേപോലെ തന്നെ ഫയർഫോഴ്സ് അടങ്ങിയ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ മണ്ണിടിഞ്ഞ് ദേശീയപാതയിലടക്കം ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട്. ജില്ലയിൽ വ്യാപകമായി തന്നെ മഴയുടെ ദുരന്തം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ കോട്ടയത്തും വിവിധ ഇടങ്ങളിൽ ഉരുൾപൊട്ടിയതായി റിപ്പോർട്ടുണ്ട്. പൊതുവെ സംസ്ഥാന വ്യാപകമായി തന്നെ മഴ അനുഭവപ്പെടുകയാണ് വിവിധ ജില്ലകളിൽ. അതുകൊണ്ട് തന്നെ 9ഓളം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി തന്നെ മഴ അനുഭവപ്പെടുന്നു. തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, പൊതുവെ കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ചും ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സംസ്ഥാന വ്യാപകമായി മുന്നറിയിപ്പിൽ വ്യത്യാസമുണ്ടോ? മഴ ജാഗ്രത എന്തെല്ലാമാണ്? പുതിയ അറിയിപ്പുകൾ എന്തെല്ലാമാണ് ശാലിനി? വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. 8 ജില്ലകൾക്കാണ് ഇപ്പോൾ റെഡ് അലർട്ട് ഈ മണിക്കൂറിൽ തുടരുന്നത്. ഒപ്പം തന്നെ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ ഘട്ടത്തിൽ അലർട്ടിൻ്റെ ഭാഗമായി അവധി നൽകിയിരിക്കുകയാണ്. കൂടാതെ തന്നെ തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും ആലപ്പുഴയ്ക്കും യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് മാത്രമാണ് ഉള്ളത്. കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മണിക്കൂറിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരുന്നു അവധി പ്രഖ്യാപിച്ചിരുന്നത്. ഇടുക്കി, പത്തനംതിട്ട, വയനാട്, പാലക്കാട്, കോട്ടയം, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന സഹകരണ യൂണിയൻ നടത്താനിരുന്ന പരീക്ഷകൾ, അതായത് HDC ആൻഡ് BM പരീക്ഷ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ചില സർവകലാശാലകളും പരീക്ഷകൾ മാറ്റിവെച്ചതായുള്ള അറിയിപ്പുകൾ നൽകുന്നുണ്ട്. കൂടാതെ തന്നെ PSC പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള അറിയിപ്പുകളാണ് PSCയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്തായാലും ഈ അലേർട്ടുകളിൽ മാറ്റം വരാനുള്ള സാഹചര്യങ്ങളാണ് നിലവിൽ കാണുന്നത്. തിരുവനന്തപുരത്തെ ജില്ലയിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ നെയ്യാർ, അരുവിക്കര ഉൾപ്പെടെയുള്ള ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. നെയ്യാർ അണക്കെട്ടിൻ്റെ 4 ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. ഈ 2 അണക്കെട്ടുകളുടെയും തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ, സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. പൊന്മുടി ഇക്കോ ടൂറിസം വിനോദസഞ്ചാര കേന്ദ്രം അല്പസമയം മുമ്പ് അടച്ചിരിക്കുകയാണ്. കല്ലാർ പൊന്മുടി റൂട്ടിൽ മണ്ണിടിഞ്ഞതാണ് ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രം അടയ്ക്കാനുള്ള കാരണമായി പറയുന്നത്. കൂടാതെ തന്നെ പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിൽ 12ഉം 22ഉം വളവിലും മണ്ണിടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പൊന്മുടിയിലേക്കുള്ള വിനോദസഞ്ചാര യാത്രകൾക്ക് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മേഖലകളിൽ മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വിതുര, കല്ലാർ, മീൻമുട്ടി അടക്കമുള്ള മേഖലകളിൽ ജനങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം
ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും നൽകിയിട്ടുള്ളത്. വരുന്ന മണിക്കൂറുകളിലും മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുകയാണ്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് നിരവധി വള്ളങ്ങൾ, ചെറു ബോട്ടുകളൊക്കെ കടലിൽ മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ട്. ഇവരോടൊക്കെ തന്നെ തിരികെ തീരത്തടയാനുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് കോസ്റ്റ് ഗാർഡൊക്കെ നൽകിയിരിക്കുകയാണ്. കാരണം കടലിലും അതിശക്തമായ കാറ്റുണ്ടാകുന്നുണ്ട്. തിരുവനന്തപുരത്ത് 2 മേഖലകളിൽ വള്ളം മറിഞ്ഞുള്ള അപകടം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് അഞ്ചുതെങ്ങിലാണ്. അവിടെ കഴിഞ്ഞ ദിവസം രാത്രി മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞ് 2 പേരെ കടലിൽ കാണാതായിട്ടുണ്ട്. ഇവർക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ തീര സംരക്ഷണ സേനയൊക്കെ നടത്തുകയാണ്. മത്സ്യബന്ധന തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുമുള്ള പരിശോധനയും തുടരുന്നുണ്ട്. കൂടാതെ തന്നെ മുതലപ്പുഴയിലും വള്ളം മറിഞ്ഞ് അപകടം ഉണ്ടായിട്ടുണ്ട്. 2 മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കൂടാതെ തന്നെ വരുന്ന മണിക്കൂറിൽ, അതായത് 10 മണിയോടുകൂടി അലേർട്ടുകൾ മാറാനുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ കൂടുതൽ ജില്ലകൾക്ക് റെഡ് അലേർട്ട് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രിയൊക്കെ അതിശക്തമായ മഴയായിരുന്നു. രാവിലെ തോർന്നു നിൽക്കുകയാണെങ്കിൽ പോലും ചില മേഖലകളിൽ മഴ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ജാഗ്രത പുലർത്തണമെന്ന പ്രത്യേക മുന്നറിയിപ്പാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. വിനോദ്. അതെ, സംസ്ഥാനത്ത് ശക്തമായ മഴ അനുഭവപ്പെടുന്നു. വ്യാപകമായി തെക്കൻ വടക്കൻ ജില്ലകളിലൊക്കെ തന്നെ മഴ അനുഭവപ്പെടുന്നു. 3 ജില്ലകളിൽ ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ചും ഇടുക്കിയിൽ 2 മരണവും കോട്ടയത്ത് 1 മരണവും ഇതിനോടകം മഴയുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾക്കിടെ അല്ലെങ്കിൽ ആ മഴ ദുരന്തത്തിൽ മരണം സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി തന്നെ 9 ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്. 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. പൊതുവെ ജാഗ്രതാ നിർദ്ദേശം എല്ലാ ജില്ലകളിലും നൽകിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. അതേപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുകൾ ഓരോ മണിക്കൂറിലും പുതുതായി മാറി വരുന്നുണ്ട്. വിവിധയിടങ്ങളിൽ മഴയുടെ കാഠിന്യം വളരെ കൂടുതലാണ്. ദുരിതങ്ങളും വളരെ ഏറി നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വിവിധ ജില്ലകളിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.